കഴിഞ്ഞ ജനുവരി 1 കട്ടൻ ടോക്സ് സ്റ്റാർട്ട് ചെയ്തത്. ഈ കട്ടൻ ടോക്സിൽ പലരുമായിട്ട് സംസാരിക്കാൻ പറ്റി, ചില മേഖലയിലെ എക്സ്പേർട്സായിട്ടും പലരെയും പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പോൾ ഈ ഒരു ആൾ കഴിഞ്ഞ ഒരു കട്ടൻ ടോക്സിൽ സംസാരിച്ചത് ഷെഹനാസ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ കോച്ചായിരുന്നു. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തൊരു കാര്യത്തിനെയും നമ്മളെ മുന്നോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി നമ്മൾ ഡൗൺ ആണെങ്കിൽ അതായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം ഗവേൺ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇമോഷണൽ കോച്ച് ഷെഹനാസുമായിട്ട് സംസാരിച്ചത് ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു. റിലേഷൻസിൽ അതെങ്ങനെ ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ടോക്ക് സ്റ്റാർട്ട് ചെയ്തത് ഫീലിങ്സും ഇമോഷനും ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, ഫീലിങ്ങും ഇമോഷനും എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് വേർഡാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഡിഫറെൻറ്റ് എന്നുള്ള കാര്യം ഷെഹനാസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു എക്സാമ്പിളിൽ പറഞ്ഞ് തുടങ്ങുന്നിടത്തായിരുന്നു നമ്മുടെ ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഒരു എക്സാമ്പിൾ പറഞ്ഞത്, സിംഹം നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എങ്ങനെയൊക്കെയാണ് ആ ഫീലിങ്ങും ഇമോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഷെഹനാസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ ഞാനും രേഖയും നമ്മളെല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു യാത്ര പോവാണെന്ന് വിചാരിച്ചു. യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു സിംഹത്തിനെ കണ്ടു. സിംഹം ചാടി നമ്മുടെ വണ്ടീൻ്റെ മുമ്പിൽ വീഴുമ്പോൾ നമ്മളെല്ലാവരുടെ വികാരം എന്തായിരിക്കും? ഭയം അല്ലേ? അതാണ് ഇമോഷൻ. ആ ഇമോഷനാണ് നമ്മുടെ ഫിസിക്കലി നമ്മളത് കാണിക്കും, ഇങ്ങനെ അല്ലെങ്കിൽ ഞെട്ടി, ആ ഒരു എക്സ്പ്രഷനിലൂടെ കരയുക, എല്ലാം ഇത് ഫിസിക്കലി കാണുകയും ചെയ്യും, ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഫീലിങ്സിലേക്ക് പോവുകയാണെങ്കിൽ, കുറച്ച് നാൾ കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് രേഖയും ഞാനും കൂടി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാം, വേറെ ഗ്രാങ്ങിനെ കാണാം. അപ്പോൾ നമ്മൾ പറയും, കഴിഞ്ഞ ആഴ്ച നമ്മൾ സിംഹത്തിനെ കണ്ടു. അപ്പോൾ രേഖ പറയും, എൻ്റെ നെഞ്ചിന്ന് ഇങ്ങനെ കത്തി. ഞാൻ പറയും, എനിക്ക് നെഞ്ചെന്നല്ല, എനിക്ക് ആകെ തലക്കൊരു ഭാരം പോലെ, കണ്ണിരുട്ടായി. എൻ്റെ ഫീലിംഗ് വേറെയാ, രേഖയുടെ ഫീലിംഗ് വേറെയാ. അതാണ് ഫീലിങ്സ്. അത് രണ്ടും രണ്ട് വേർഡാണ് എന്നറിയായിരുന്നെങ്കിലും അത്രയും ഡീപ്പായിട്ട് എനിക്ക് ഫസ്റ്റ് ടൈമാണ് അത് മനസ്സിലാവുന്നത്, ഫീലിങ്സും ഇമോഷനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ സംസാരിച്ചത് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. എനിക്ക് കുറച്ച് ടൈം എടുത്തു അത് മനസ്സിലായി വരാൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട്, ഞാൻ അതിന് വിപരീതമായിട്ട് ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അടുത്തേക്കുള്ള ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഡൗൺ ആയി പോകും എന്നായിരുന്നു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് ഷെഹനാസ് പറയുന്നത്. ഇത് ഏത് റിലേഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ പാരൻ്റ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാ റിലേഷനിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഈ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ലവ്. ഇത് രണ്ടുമാണ് അതിൽ. ഞാൻ എത്രമാത്രം രേഖയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സെക്വേർഡാണ്, അല്ലെങ്കിൽ ഐ ഫീൽ ഹാപ്പി വെൻ ഐ ആം ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് യു. എനിക്ക് സന്തോഷം, സമാധാനവും ഒരു സെക്വേർഡ് ഫീലിങ്ങും എനിക്ക് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഹൈ ആയിരിക്കും. അപ്പോൾ നോർമൽ മനുഷ്യർ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാവരും കാണുന്നതാണ് ഒരു റിലേഷൻഷിപ്പ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ എടുക്കാം. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ബ്ലെയിമിങ് ചെയ്യും, നീ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ. സർക്കാസം, അത് എസ്പെഷ്യലി പറയുന്നത് എത്രത്തോളം എനിക്ക് ശരിയാണോ, നമ്മൾ രണ്ടുപേരും സ്ത്രീകളായതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, പുരുഷന്മാർക്ക് കുറച്ചധികമാണ് സർക്കാസം. ഭാര്യമാരെ എത്രത്തോളം, എനിക്ക് വരുന്ന കേസുകളിൽ 80% പറയുന്നത് എന്ത് ചെയ്തു കൊടുത്താലും കളിയാക്കും, വല്ലാണ്ട് കളിയാക്കും, മാം ഞാൻ ചെയ്തതിനൊന്നും അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഈ അപ്രീസിയേഷൻ എന്നുള്ള വാക്ക് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് കൂട്ടും. ഈ തിരിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഭർത്താക്കന്മാരും ഉണ്ടാവും, ഒരുപാട് ചെയ്താലും അപ്രീസിയേഷൻ വളരെ ശരിയാ. അത് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് കേട്ടപ്പോൾ അതിൽ സർപ്രൈസിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഇപ്പം നമ്മളെ ഒരാൾ ട്രസ്റ്റ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചങ്ങോട്ട് അവർക്ക് ആ ട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അവരുടെ മൈൻഡിൽ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സംഭവം വിഡ്രോ ആയി. ഷെഹനാസ് പറഞ്ഞത്
തിരിച്ച് അവർക്ക് നമ്മളോട് ആ ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം തിരിച്ചങ്ങോട്ട് സോറിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത്രയും കയറില്ല. അതിൻ്റെ റേഷ്യോ പറഞ്ഞിരിക്കുന്നത് 1:5 എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയാൽ ആ തിരിച്ച് പഴയ ലെവലിലേക്ക് വരാനായിട്ട് 5 തവണ അങ്ങോട്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ചെയ്താൽ മാത്രമേ അത് വീണ്ടും പഴയ സ്ഥിതിയിലെങ്കിലും എത്തുള്ളൂ എന്നുള്ളതാണ്. അക്കൗണ്ടിൽ ഒരു വിഡ്രോവൽ നടത്തി 5 ഡെപ്പോസിറ്റ്സ് നടത്തണം. ഓ മൈ ഗോഡ്, വലിയ പണിയാണല്ലോ. 1:5. അതാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് റേഷ്യോ. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് റിലേഷൻഷിപ്പ് റേഷ്യോ 1:5. 1 വിഡ്രോവൽ ആണെങ്കിൽ 5 ഡെപ്പോസിറ്റ്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഇന്നലെ അത് കഴിഞ്ഞാൽ സോറി പറഞ്ഞില്ലേ, പിന്നെ എന്താ ആ വുണ്ട് ഉണങ്ങണ്ടേ അത് പിന്നെ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഓരോ ദിവസവും നമ്മളെ ചുറ്റും കാണുന്ന ആൾക്കാർ എത്രമാത്രം അനുഭവിച്ചിട്ടാണ് ഓരോ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകുന്നത്. മക്കളെ ആലോചിച്ച് ജീവിക്കുന്നവർ, സൊസൈറ്റി ആലോചിച്ച് ജീവിക്കുന്നവർ. ബിക്കോസ് അവരുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി 2 റൂംസിലാണ് വർഷങ്ങളോളം കിടക്കുന്നത്. മക്കളുണ്ട്, മക്കൾ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും റീസൺ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഒരു വിഡ്രോവൽ നടത്തിയാൽ നെക്സ്റ്റ് ഡേ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. എനിക്ക് വേദനിച്ചു, എനിക്ക് ഫീലായി എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് പാർട്ട്ണർക്ക് വേണം. അത് ഫ്രണ്ട്ഷിപ്പിലാവട്ടെ, ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവട്ടെ, എന്തായാലും ആ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ യെസ് ഷീ ഫെൽറ്റ് ബാഡ്, ആ ഹീ ഓർ ഷീ ഫെൽറ്റ് ബാഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു പോയിന്റ്, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ പോട്ടെ, ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പോകാം, അത് വിട്ടുകള എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കോൺസിക്വൻസിനെ കുറിച്ചും ഈ ഒരു ടോക്കിൽ ഷഹനാസ് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം വിട്ടുകള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താൽക്കാലികമായിട്ടൊരു മൊമെൻ്ററി ആയിട്ട് മാത്രമേ അത് പാച്ചപ്പ് ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ പുറത്ത് കോൺഷ്യസ് മൈൻഡിൽ മാത്രമേ അത് പാച്ചപ്പ് ആവുന്നുള്ളൂ. ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു പ്രശ്നം അവിടെ തന്നെ കിടക്കും. കറക്റ്റായിട്ടത് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്തില്ലെങ്കിൽ എന്നുള്ളതാണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ പൈലപ്പ് ചെയ്ത് ലാസ്റ്റ് പലരും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പറയും എനിക്കിപ്പോൾ എന്ത് കേട്ടാലും ഫീലിങ്സ് ഇല്ല, ഇമോഷൻസ് ഇല്ല. ഒരു ഇമോഷണൽ നംനെസ് വരുന്നത് ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ സോൾവ് ആവാതെ കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഇമോഷണൽ നംനെസ് വരുന്നത്. അതുപോലെ പല ഡിവോഴ്സസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇവർ നമ്മൾ ഇത്രയും കാണുമ്പോൾ അടുപ്പമാണെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വരുന്നത്. ഈ പറഞ്ഞ ഈ പല സബ് കോൺഷ്യസ് മൈൻഡിൽ പലതായിട്ട് ഇങ്ങനെ കിടക്കുന്ന സംഭവങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് ബേസ്റ്റ് ഔട്ട് ആവുന്നതാണ്, അല്ലാതെ ആ ഒരു ഒറ്റ മൊമെൻറ്റിലുണ്ടായ ഒരു കാര്യമല്ല എന്നുള്ളതും ഈ ഒരു ടോക്കിൽ വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയാണ് ഈ ബ്ലെയിമിങ് അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നതെന്ന് വിചാരിച്ചോ, രാത്രിയാവുമ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ വാ നമുക്ക് കിടക്കാം, അത് വിട്ടേക്കാണ്. മുഖം വീർപ്പിച്ചിരുന്നാലും നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്, നീ വാ. അപ്പോൾ ഈ വൈഫ് പോട്ടെ വിട്ടേക്കാം. അപ്പോൾ അതവിടെ വിട്ടു. എവിടെ വിട്ടു? ബോധ മനസ്സിന്ന് വിട്ടു, കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വിട്ടു. അകത്തൊരു വളരെ സ്ട്രോങ് ആയ ഒരാളുണ്ട്, ഉപബോധ മനസ്സ്. അവിടെ അത് അടിച്ചു ഓൾറെഡി. രാവിലെ ആ വിഡ്രോവൽ തുടങ്ങി. അങ്ങനെ ഒരു വിഡ്രോവലായി. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡേ വീണ്ടും ഇതുപോലെ വന്നു. നീ കാര്യമാക്കണം, നീ ഡ്രസ്സ് മാറ്റി നമുക്ക് പുറത്തു പോവാം. പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു. സെക്കൻഡ് വിഡ്രോവലായി. പക്ഷേ ആള് ഡിന്നർ വാങ്ങിക്കൊടുത്തല്ലോ ഞാൻ, അതും കഴിഞ്ഞു. ഇങ്ങനെ ഓരോ വിഡ്രോവൽ ചെയ്ത് ബോധ മനസ്സ് അതിനെ പാച്ചപ്പ് ചെയ്യുന്നുണ്ട്. ഉപബോധ മനസ്സിൽ കീറി മുറിവുകൾ കൂടിക്കൂടി വരിക. അതാണ് മാരീഡ് ലൈഫിൽ ഡിവോഴ്സ് 2 രീതിയിൽ. ഒന്ന് കല്യാണം കഴിഞ്ഞ് ഒരു 3-4 വർഷം 5 വർഷത്തിലൊക്കെ വിട്ടുപോകും, എനിക്ക് പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും. ചില ആൾക്കാർ 30 years 25 years. അപ്പോൾ നമ്മൾ പറയും എന്തിൻ്റെ കുറവാ, ഇതെന്തിനാ ചെയ്തേ? ഇതാണ് കാരണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ മൈനസായി പോവുകയാണ്. എല്ലാം ഓക്കെ പോട്ടെ എന്ന് പറയുന്നു, പക്ഷെ ഒന്നും തിരിച്ച് റീപ്ലനിഷ് ആവുന്നില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ എന്ത് സിറ്റുവേഷൻ വരെ എത്തും? സെയിം ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഒരു 1000 രൂപ വിഡ്രോ, 10,000 ഉള്ള അക്കൗണ്ടിൽ നിന്ന് 1000 വിഡ്രോ ചെയ്തു. അയ്യോ അത് കുറഞ്ഞു, നമുക്കത് 1000 ഇട്ട് അവിടെ ആയി. ഇത് കുറഞ്ഞു വന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് നെഗറ്റീവ് ആവും. പിന്നെ അതിന് മാൽ പ്രാക്ടീസായി അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും?
ഫ്രീസാക്കും. അപ്പോൾ ഒന്നിനോടും വികാരം ഉണ്ടാവില്ല, ഒന്നിനും പ്രതികരിക്കില്ല, ദേഷ്യവും ഇല്ല, സങ്കടവും ഇല്ല, ഒരു വികാരവും ഇല്ല. അത് രേഖ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ പറയുന്നത്, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഫീലിംഗ് ഒന്നും ഇല്ല, ഞാനിപ്പോൾ മരവിപ്പ. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി. റിലേഷൻസിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ട്രസ്റ്റ്, അതുപോലെ തന്നെ കെയർ. ഏറ്റവും കൂടുതൽ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സോറി എന്ന് പറയുന്ന വാക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഷഹനാസ് ഈ ഒരു ടോക്കിൽ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഡൗൺ ആയി പലരെയും വിശ്വസിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ഡൗൺ ആയി കിടക്കുന്നവർക്ക് തിരിച്ച് ആ ഒരു സെൽഫായിട്ട് തന്നെ എങ്ങനെ മുന്നോട്ട് നീങ്ങാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മറ്റൊരു ടോക്കുമായിട്ട്, ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് കട്ടൻ ടോക്സിൽ തന്നെ ഷഹനാസിനെ വീണ്ടും കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ പല വിഷയങ്ങളും കട്ടൻ ടോക്സിൽ സംസാരിച്ചിട്ടുണ്ട്. കട്ടൻ ടോക്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ യൂട്യൂബിലും ഈ ഒരു ഷഹനാസ് എന്ന ഇമോഷണൽ കോച്ചുമായിട്ടുള്ള ഫുൾ വീഡിയോ കാണാവുന്നതാണ്. ഈ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആളെ പോരായ്മകളോടെ വേണം സ്നേഹിക്കാൻ. എൻ്റെ പോരായ്മകൾ മനസ്സിലാവണം. അവൾ ഇങ്ങനെയാണ്, അവളെ കൊള്ളൂല, അയാൾ ഇങ്ങനെയാണ്. യെസ്, ഞാനല്ല അയാൾ. എൻ്റെ റോ മെറ്റീരിയൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രം യുവേഴ്സ്. ലെറ്റ്സ് കട്ട്.